അപ്പൊ തന്നെ എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഞാനും തമ്മിൽ അവിഹിതമാണെന്ന് വരെ പറഞ്ഞൊപ്പിക്കുകയാണ്. എനിക്ക് ഇതിനൊക്കെ ഒരു അവസാനം വേണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വ്യാജമായിട്ട് ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാത്തേ? ഹനാനും ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. നിങ്ങൾ പറയുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല? അതാണ് എല്ലാവർക്കും ഡൗട്ട്. ഇപ്പൊ നമ്മുടെ പേരിലേക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് കേസ് കൊടുക്കാം. നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്. നമ്മളെക്കുറിച്ച് ആർക്കും എന്ന് പറയാനുള്ള അവകാശമില്ല. നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തുമ്പോഴത്തേനും നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ അവർ പറയുന്നത് കേട്ടോണ്ട് നിൽക്കുകയല്ല വേണ്ടത്. അറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന പേരാണ് തീർത്താത്ത. അപ്പൊ ആ പുള്ളി അങ്ങനെ പറയത്തുള്ളൂ ഞാൻ അവരെ. അപ്പം എന്ത് ചെയ്യാനാണ് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കറിയില്ല അവരുടെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എല്ലാത്തിനും ഒരു അവസാനം വരും. അത് വന്നിരിക്കും. അപ്പൊ സത്യം എല്ലാം പുറത്തു വരും. പോട്ടെ, എന്തുവാട്ടെ, എല്ലാത്തിനും ഒരു അവസാനം വരും. ഒരു മനുഷ്യനെ ഇട്ട് എന്നും നമ്മളിങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കാനൊന്നും ഒരു ദൈവങ്ങളും അനുവദിക്കത്തില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, നമ്മളൊരു ദൈവവിശ്വാസിയാണ്. ദൈവത്തെയും പുണ്യാളന്മാരെയൊക്കെ പ്രാർത്ഥിക്കുകയും തിരികത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നും നമ്മളെ വേദനിപ്പിക്കാനോ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്ത് നമ്മളെ കീറി മുറിച്ച് നമ്മുടെ കുടുംബത്തെ എല്ലാം വൃത്തികെട്ട രീതിയിൽ ഇപ്പൊ തന്നെ എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഞാനും തമ്മിൽ അവിഹിതമാണെന്ന് വരെ പറഞ്ഞൊപ്പിക്കുകയാണ്. എനിക്ക് ഇതിനൊക്കെ ഒരു അവസാനം വേണം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? സോഷ്യൽ മീഡിയയിലുള്ള ആളുകളല്ലല്ലോ പോലീസ്. പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ രേണു എന്തുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല? നിസ്സാര ഒരു കേസിന് അതുൽ എന്ന് പറഞ്ഞ യൂട്യൂബറിനെതിരെ കേസ് കൊടുത്തു. ഇങ്ങനെ പറയുന്നവർക്കെതിരെ എന്താണ് കേസ് കൊടുക്കാത്തേ? അതുലിനെതിരെ കേസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിന്റെ അച്ഛനെ കുറിച്ച് അതിലൊരു കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ പേരിലാണ് അവനെതിരെ കേസ് കൊടുത്തത്. കോട്ടയത്ത് സാമ്പത്തിക തട്ടിപ്പിന് പല പ്രാവശ്യം പിടിച്ച ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ. ഇവർക്ക് സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പ് അല്ല, വേറൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു CSE പള്ളിയിലെ. ആ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ. അങ്ങനെ അതില് പറഞ്ഞു. അതിന്റെ പേരിലാണ് കേസ് കൊടുത്തത്. പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴത്തേനും അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും പോലീസുകാർ കൺവിൻസ് ആയി. അങ്ങനെ അവനെ വെറുതെ വിട്ടു. രേണുവിനെയൊക്കെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞെന്നാണ് പറയുന്നേ. ഇങ്ങനെ ഒരു കാര്യത്തിന് കൊണ്ട് കേസ് കൊടുത്ത ഒരാള് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേനും എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അതാണ് എനിക്ക് ഡൗട്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് ഹനാൻ രേണുസുതിയുടെ മേലെ ആരോപിച്ചത്. ഹനാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതിക്ക് രേണുസുതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പയ്യനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഗർഭിണിയായെന്നൊക്കെയാണ് ഹനാൻ പറഞ്ഞേക്കുന്നത്. അതിനെതിരെയും കേസ് കൊടുത്തില്ല. അവരോട് ഹനാൻ ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെയാണ് ഹനാൻ പറയുന്നത്. ഇത് നുണയാണെന്നും രേണുസുതി പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ആരോപണം വരുമ്പോഴത്തേനും അത് നുണയാണെന്നൊന്നും പറയത്തില്ല. എന്നെപ്പറ്റി ചുമ്മാ പറയുന്നതെന്നൊന്നും പറയത്തില്ല. നിങ്ങൾ തെളിയിക്കാനാണ് രേണുസുതി പറയുന്നത്. അതിന്റെ പിന്നിലെ ചേതവികാരം എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഫോട്ടോ ഇപ്പം ആ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോയിൽ പോകണമെന്നില്ല. എന്റെ റൂമിലെല്ലാം ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് ഫോട്ടോസ്. സുധിച്ചേട്ടൻ എന്താണ് മുരുകനോ റൂമിലെല്ലാം കൊണ്ട് ഫോട്ടോ വെക്കാനായിട്ട്? ഒരു വ്യക്തി മാറി സംസാരിക്കാന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്, അവരങ്ങനെ ചെയ്യും. പിന്നെ അവരെ വിളിച്ച് ഇളക്കി ഇതെന്താണെന്ന് ചോദിക്കേണ്ട. ഞാൻ ഇന്നുവരെ അവനെ വിളിച്ചിട്ടില്ല. ഞാൻ അവന്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ഇടാറില്ല. ലൈക്ക് ഒരു വീഡിയോ കണ്ട് ഞാൻ ലൈക്ക്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കിച്ചുവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടായിരിക്കും അവൻ റിയാക്ട് ചെയ്തത്. കിച്ചുവിന്റെ വീഡിയോയിൽ കിച്ചു നല്ല രീതിയിൽ രേണുസുതിനെ വിമർശിക്കുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആണെങ്കിലും രേണുസുതിക്കിട്ട് നല്ലപോലെ കൊടുക്കുന്നുണ്ട്. സുധിയോട് വഴക്ക് പിടിച്ച കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല കിച്ചുവിനോട് പെരുമാറിയ രീതി അതെല്ലാം കിച്ചു അതിൽ പറയുന്നുണ്ട്. ഒരു കലാകാരന്റെ ഭാര്യ സമൂഹം നോക്കിക്കാണുന്ന നല്ല രീതിയിൽ രേണു ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു. സ്വന്തം ഐഡന്റിറ്റി വെച്ചിട്ട് രേണുസുതി എന്ന പേരിൽ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കിച്ചുവിന് പ്രശ്നം ഉണ്ടാകത്തില്ല. അവന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവന് നാണക്കേടാണ്. നിങ്ങൾ പറയുന്ന എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്നാണ്. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷനും പുള്ളിക്ക് വേണ്ടിയിട്ടാണോ? സുധി മാത്രമേ മരിച്ചിട്ടുള്ളൂ. സുധിക്ക് സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്. അവരൊക്കെ ഇത് കാണുമ്പോഴത്തേനും അവർക്ക് സങ്കടമാകത്തില്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെല്ലാം സുധിച്ചേട്ടന്റെ ഫോട്ടോ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേ അറിയാം ഉടായിപ്പാണ്, റീച്ചിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ സത്യം പറയട്ടെ, എന്നെ ഈ നെഗറ്റീവ് അടിക്കുന്നവരൊന്നും ഞാൻ കാണാറില്ല. നെഗറ്റീവ് പറയുന്ന ആളുകളുടെ വീഡിയോ നിങ്ങൾ കാണാറില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഷഫീന ബീബി നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞെന്ന്? നിങ്ങൾ വീഡിയോ കാണില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്ന ഒരാളാണ് അതുല്. അതുലിന്റെ വീഡിയോ കാണാതെ എങ്ങനെയാണ് നിങ്ങൾ അവനെ വിമർശിക്കുന്നത്? ഫ്രണ്ട്സിനെ ഒക്കെ വെറുതെ അടിച്ച് ആക്ഷേപിക്കുമ്പോൾ നമുക്ക് സഹിക്കത്തില്ല. എന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്കറിയാം ഏത് ആരുടെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റീച്ചാണ്. ഇത് ആരാണ് ഈ പറയുന്നത്? അലൻ ജോസ് പെരേരയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ കോമാളിത്തരം കാണിച്ചിട്ട് യൂട്യൂബേഴ്സ് ഒക്കെ റീച്ച് കയറ്റിവിട്ട രേണുവാണ് ഈ പറയുന്നത് അവർക്ക് റീച്ച് കിട്ടുമെന്ന്. രേണുവിന് റീച്ച് ഉണ്ടാക്കി കൊടുത്ത അവരാണ്. ഓക്കെ പറയാം. 11 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയെ കിച്ചുവിനെ സുധിച്ചേട്ടൻ എനിക്ക് തന്നത്, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചത്. ഇത്രയേ ഉള്ളൂ കിച്ചു വന്നത്. ഞാൻ ആകെ ഇച്ചിരേ ഉള്ളൂ. ആകെ നിങ്ങൾക്കറിയാലോ എൻ്റെ എത്രയുണ്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ. കിച്ചു ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ സാറ്റ് കളിക്കുമായിരുന്നു, അവനെ കെട്ടിപ്പിടിക്കായിരുന്നു, അവനെ എടുക്കത്തില്ല. അവൻ ഇച്ചിരി ആളുണ്ടായിരുന്നു. അവൻ ഓർമ്മയുണ്ട്, അവനെ പാട്ട് പാടി ഉറക്കുമായിരുന്നു, അവനെ കുളിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 18-15 വയസ്സുള്ള അത്രയും എന്നെക്കാളും വളർന്നൊരു കുട്ടി. ആ കുട്ടിയെ അമ്മ എന്ന രീതി എനിക്ക് ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇരിക്കുന്നവർക്ക് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ 24 മണിക്കൂർ? ഇല്ല. അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ബഹുമാനിക്കേണ്ട സമയത്ത് അവനെ ബഹുമാനിച്ചു, മകനാണെങ്കിൽ പോലും.
പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. ഞാനും അവനും എന്താണ്ട് 14 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ, 14-13 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പം ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ അമ്മ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്ത് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. 24 മണിക്കൂറും 15-14 വയസ്സുള്ള ഒരു കുട്ടിയുടെ റൂമിൽ പോയി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? ഈ പറഞ്ഞ കാര്യം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രായം ചെന്നിട്ടുണ്ടെങ്കിൽ മക്കളാണെങ്കിലും നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. ചെറുപ്പത്തിലുള്ള പോലെയല്ല പ്രായം ചെന്ന കുട്ടികളോട് നമ്മൾ പെരുമാറണ്ടേ. ഈ പറഞ്ഞ കാര്യം നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. കിച്ചുവായിട്ട് ആദ്യമൊക്കെ നല്ല കമ്പനി ആയിരുന്നു കിച്ചു പറയുന്നുണ്ട് വീഡിയോയിൽ. അതുപോലെ തന്നെ ഇപ്പൊ കിച്ചുവിന്റെ വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കിച്ചു വീട്ടിലോട്ട് വന്ന സമയത്ത് ചേച്ചി ഉപദ്രവിച്ചു വരുന്നല്ല, ഒരു സമയത്ത് ഒരു അകൽച്ച കാണിച്ചു. എനിക്കറിയില്ല, ഇത്ര കാലം പറയാത്ത കാര്യങ്ങൾ അവൻ ഇപ്പൊ പറയുന്നു. അതിനൊരു കാരണമുള്ളൂ, സബ്സ്ക്രിപ്ഷൻ. അത് അവന് ഇഷ്ടമായിട്ടില്ല, അത് മനസ്സിലാക്കണം. അത് തുടങ്ങിയ ടൈമിലാണ് അവന്റെ ശബ്ദം മാറാൻ തുടങ്ങിയത്. കമന്റ് ഇടാറില്ല, ലൈക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എന്റെ വീട്ടുകാർ ഒരു 100 വിളിച്ച് അവൻ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ വിളിച്ചാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സംഭവത്തിന് ശേഷം രേണുസുതിയുടെ ഫാമിലി കിച്ചുവിനെ വിളിച്ചെന്നാണ് പറയുന്നത്. കിച്ചു ഫോൺ എടുത്തില്ലെന്നാണ് അവർ പറയുന്നത്. രേണുസുതി വിളിച്ചില്ല, അതായത് ഫാമിലി വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തോട്ട് ഞാനും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലെന്നാണ് രേണുസുതി പറയുന്നത്. ഒന്ന് വിളിച്ചു നോക്കായിരുന്നു, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഫാമിലിയിലുള്ളവരെ പോലെയല്ല രേണുസുതി അവന്റെ അമ്മയല്ലേ. 24 മണിക്കൂറും പറയുന്നുണ്ട് ഞാൻ അമ്മയാണെന്ന്. എന്നിട്ട് എന്താണ് വിളിക്കാത്തേ? ഇതിൽ തന്നെ മനസ്സിലാകും ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എത്രത്തോളം ഉണ്ടെന്ന്. മിക്കവാറും രേണുസുതിക്ക് പേടി കാണും, അവൻ വിളിക്കുമ്പോൾ റെക്കോർഡ് വല്ലതും ചെയ്യുമെന്ന്. അത് പേടിച്ചിട്ടായിരിക്കും വിളിക്കായിരുന്നേ. അതുപോലെ തന്നെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഈ വീഡിയോ വന്നതിന് ശേഷം ചിലപ്പോൾ എന്റെ പേരിലും പല വിവാദങ്ങൾ വരാം, ചിലപ്പോൾ പീഡന കേസോ കാര്യങ്ങളായിട്ട് വരാം എന്ന് പറഞ്ഞില്ല. അതിനെന്തായിരിക്കും കാരണമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ആ ഒരു ആരോപണം എനിക്കറിയില്ല, എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ആരോപണമായിട്ട് വെറുതെ ഒരാൾ ഒരു പെൺകുട്ടി വന്നാൽ തന്നെ, ഇതിപ്പോൾ ആരുടെ കാര്യമാണെങ്കിലും, ഇപ്പോൾ ഒരു ആൺ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചുമ്മാ ചെന്നാൽ പോലും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് വേണം. ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാളെ അറസ്റ്റ് ചെയ്തൊന്നും പീഡന കേസിൽ പ്രതിയാക്കത്തില്ല. നമ്മൾ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നവർ. അതിന് ഹോസ്പിറ്റലിൽ പോയി അവർ തെളിവെടുപ്പൊക്കെ നടത്തില്ലയോ, അതുപോലെ വൈദ്യ പരിശോധന നടത്തി, ഇതൊക്കെ ചെയ്യത്തില്ലേ? കിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇവരെന്നെ പീഡന കേസ് വരെയും കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു കിച്ചുവിന്റെ ലൈഫിൽ നമുക്കൊന്നും അറിയാത്ത എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ കാര്യം പുറത്തു വരുമെന്ന് അവൻ പേടിക്കുന്നുണ്ട്. അതാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു കോമൺ സെൻസ് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇത്ര വലിയൊരു ആരോപണമൊക്കെ ചുമ്മാ ഒരാൾ പറയുമോ? ചേട്ടനാണ് ചേച്ചിയുടെ അച്ഛനെയും അമ്മേനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ നോക്കിയെന്ന് കിച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കേണ്ട കാര്യം എന്താണ് സുധിക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നോക്കാൻ കണ്ണുകൊണ്ട് നോക്കിയതാണോ അതോ പൈസ? ഞാൻ പറയട്ടെ, ചേച്ചിയുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. പുള്ളി നിങ്ങൾക്ക് അറിയാം, തിരക്കി അറിയാം, പുള്ളി ബിടെക് എഞ്ചിനീയർ ആണ്. പുള്ളി AVGയിൽ ഈരക്കടവ് കോട്ടയത്തെ ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചപ്പോഴാണ് പുള്ളി ഇപ്പോൾ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് വർക്കൊക്കെ ഏറ്റെടുത്ത്. പുള്ളി അന്നും പെയിന്റിംഗ് ജോലി ഉണ്ടായിരുന്നു. അതുപോലെ ചേച്ചി നേഴ്സാണ്, പുള്ളിക്കാരി നേഴ്സാണ്. എന്റെ കുഞ്ഞിനെ വരെ ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് എന്റെ അപ്പനും പറഞ്ഞു എവിടെ പോകുന്നു, അവർക്കൊക്കെ ജോലിയൊക്കെ കാണും. വീട്ടിലെ ചെലവ് നോക്കിയത് സുധിച്ചേട്ടനാണെന്നാണ് കിച്ചു പറഞ്ഞത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്താ? അവൻ ചുമ്മാ ഒന്നും അങ്ങനെയുള്ള കാര്യം പറയത്തില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിനൊക്കെ രംഗത്ത് വരാം. അവരൊന്നും രംഗത്ത് വന്നിട്ടില്ല, അവരിപ്പോഴും ഒളിച്ചിരിക്കുവാണ്. അതിന്റെ അർത്ഥം അവൻ പറഞ്ഞത് സത്യമാണ്. നോക്കി. അതുപോലെ ഒരു വീട്ടിൽ ഇപ്പം 3 പിള്ളേരുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. സുധിച്ചേട്ടൻ ഞങ്ങൾ ഇത്രയും പേരുള്ള വീട്ടിൽ സുധിച്ചേട്ടൻ ഇപ്പം എന്താ പറയുക, ഒരു സാധനം മേടിക്കുന്നു. എനിക്കും കിച്ചുവിന് ഋതപ്പന് മാത്രം തരാൻ പറ്റും. വല്ലപ്പോഴും വീട്ടിലേക്ക് പലഹാരം വാങ്ങിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. വീട്ടിലെ മുഴുവൻ ചെലവും സുധിച്ചേട്ടനാണ് നോക്കിയെന്നാണ് കിച്ചു പറഞ്ഞത്. അതുപോലെ അവരൊരു സാധനം മേടിക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ തരും. അവരൊരു തേങ്ങായും വാങ്ങിക്കുന്നില്ലെന്നാണ് കിച്ചു പറഞ്ഞത്. പിന്നെ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന് ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും നോക്കാനും സന്തോഷിപ്പിക്കാനും സന്തോഷമാണ്. നിങ്ങളെയൊക്കെ കാണിക്കാനായിട്ടായിരിക്കും പുറത്ത് സന്തോഷം കാണിക്കുന്നത്. പുള്ളി കരയുമായിരിക്കും. ഞങ്ങൾ ഒരു 1.5 മാസം സുധിച്ചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടിയിട്ട് വൊമിറ്റ് ചെയ്ത് സുധിച്ചേട്ടൻ ഇങ്ങനെ എല്ലാം തോലുമായിട്ട് 1 മാസം സുധിച്ചേട്ടൻ വെള്ളം ഇറക്കാതെ നിന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ്റെ പപ്പയമ്മയാണ് സുധിച്ചേട്ടനെ എടുത്താണ് കഞ്ഞി. ആരും ഞങ്ങൾ അറിയിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ സുധിച്ചേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, കിടക്കുമ്പോൾ നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവല്ലേ, ജസ്റ്റ് കെട്ടിപ്പിടിക്കുമ്പോൾ ഇതാരും സുധിച്ചേട്ടൻ നമ്മൾ ഈ സുധിച്ചേട്ടൻ എന്തുവാ സുധിച്ചേട്ടൻ ഇത്രയും ഒരു ഈർക്കൽ പോലെയായിരുന്നു സുധിച്ചേട്ടൻ. ആരും അറിയിച്ചിട്ടില്ലോ. അന്നൊക്കെ എൻ്റെ അപ്പനൊക്കെ ഈ ജോലിക്കൊക്കെ പോയല്ലേ ഇദ്ദേഹത്തെ നോക്കിയത്. അന്നൊന്നും ആരും ഇല്ലായിരുന്നല്ലോ. ഈ പറയുന്ന ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആരും ഇല്ലായിരുന്നല്ലോ. ഞാനിതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ. ഇതിന്റെ സത്യാവസ്ഥ എന്താ നമുക്ക് അറിയത്തില്ല. കാരണം സുധീനെ കുറിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ രേണു വന്ന് ഇന്റർവ്യൂലൊക്കെ പറയുന്നതാണ്. ഇത്ര വലിയൊരു കാര്യം ഉണ്ടായിട്ട് അത് പറയാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറയുവാണെങ്കിൽ കിച്ചു ഇതിന് റിപ്ലൈ കൊടുക്കുമായിരിക്കും. കിച്ചു റിപ്ലൈ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സത്യം എന്താണെന്ന്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയും കൂടി പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.